നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ തിരിച്ചടി എന്നോണമാണ് കുവൈറ്റ് ഭരണകൂടത്തിന്റെ നടപടികൾ. കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളെയാണ് ഇത് വളരെയധികം ബാധിക്കുന്നത്. മാത്രമല്ല, പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് രാജ്യം. ഇതോടെ നിരവധി പ്രവാസികളുടെ ലൈസൻസുകളാണ് അധികൃതർ കൂട്ടത്തോടെ റദ്ദാക്കിയത്. കുവൈത്തിൽ ഇപ്പോൾ 3000 പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിൻവലിച്ചതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ യൂസുഫ് അൽ ഖദ്ദ വെളിപ്പെടുത്തി. ഇഷ്യൂ ചെയ്തതിനു ശേഷം തൊഴിൽ മാറുകയോ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കാതെ ഇരിക്കുകയോ ചെയ്തതിനാണ് ഈ നടപടി. ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമായ കുറഞ്ഞ ശമ്പള വ്യവസ്ഥ നിലനിർത്താത്തതിനെ തുടർന്നാണ് ലൈസൻസ് പിൻവലിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വരുന്നവരുടെയും ശമ്പളത്തിൽ കുറവ് വരുന്നവരുടെയും ലൈസൻസുകളാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുന്നത്. പ്രവാസി ലൈസൻസുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള കഴിഞ്ഞ മാസത്തെ തീരുമാനപ്രകാരം ഓഡിറ്റ് പ്രക്രിയയും പിൻവലിക്കലുകളും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രാഫിക്കും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറും തമ്മിൽ ബന്ധമുണ്ടെന്നും തൊഴിൽ മാറ്റം പരിശോധിക്കുമെന്നും കൂടാതെ ലൈസൻസ് പിൻവലിച്ചവരുടെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം പുതുക്കാൻ കഴിയില്ലെന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വരുന്നവരുടെയും ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്വമേധയാ റദ്ദാക്കപ്പെടും. ലൈസൻസ് റദ്ദാക്കിയ പ്രവാസികളെ ഇത് ഫോൺ സന്ദേശങ്ങളിലൂടെ അറിയിക്കുകയും ലൈസൻസ് ട്രാഫിക് അധികൃതർക്ക് കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. റദ്ദാക്കിയ ലൈസൻസുമായി വാഹനം ഓടിക്കുന്നവർക്ക് എതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വിദേശികളുടെ ഫയലുകൾ പുനഃപരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തിരുന്നത്. മാത്രമല്ല, പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിലും കർശന നിബന്ധനകൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. അതേസമയം 8000-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ 30,000 പ്രവാസികളെയാണ് കുവൈത്ത് 2022 നാടുകടത്തിയത്. മയക്കുമരുന്ന് ഉപയോഗം, അടിപിടി, മോഷണം, വ്യാജ മദ്യ നിർമ്മാണം, വിസ കാലാവധി കഴിഞ്ഞ താമസം, കുവൈത്ത് നിയമങ്ങൾ പാലിക്കാതിരിക്കൽ തുടങ്ങിയ വിവിധ നിയമലംഘനങ്ങളിലാണ് ഇത്രയും പ്രവാസികളെ നാടുകടത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം 17,000 പുരുഷന്മാരെയും 13,000 വനിതകളെയും നാടുകടത്തി. പുരുഷന്മാരിൽ 6,400 പേർ ഇന്ത്യക്കാരാണ്. കൂടാതെ 3,500 ബംഗ്ലാദേശികൾ, 3,000 ഈജിപ്തുകാർ എന്നിവരും ഉൾപ്പെടുന്നു. വനിതകളിൽ 1,700 പേർ ഇന്ത്യക്കാരാണ്. സ്ത്രീകളിൽ 3,000 ഫിലിപ്പൈൻകാർ, 2,000 ശ്രീലങ്കക്കാർ, 1,400 എത്യോപ്യക്കാർ എന്നിവരും ഉൾപ്പെടുന്നു. മാനസികാരോഗ്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രവാസികളുടെ പെർമിറ്റ് റദ്ദാക്കാനും അവരെ നാടുകടത്താനും ആരോഗ്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഏകോപിച്ച് പ്രവർത്തിക്കും. എന്തായാലും പ്രവാസികൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇത്തരം നടപടികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.